പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മുടെ നാട്ടിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രദ്വാര മാധ്യമങ്ങളിലൂടെയും മറ്റു സാമൂഹ്യ സോഷ്യൽ മീഡിയ സംവിധാനങ്ങളിലൂടെയൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിമിഷ പ്രിയയും അവളുടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സത്യത്തിൽ ആ സ്ത്രീയെ മോചിപ്പിക്കാനും നമ്മുടെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിനും വേണ്ടി നമ്മുടെ ഗവൺമെൻറ്റും അതുപോലെ ചില പണ്ഡിത നേതൃത്വവും വളരെ ശക്തമായ ഇടപെടലുകൾ നടത്തി രമ്യമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിനിടയിൽ ചില മലയാളികളുടെ കമൻറ്റുകളും ചില മാധ്യമ റിപ്പോർട്ടുകളൊക്കെ ദലാലിൻ്റെ കുടുംബത്തെ കൂടുതൽ പ്രകോപിപ്പിക്കുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ദയാധനം സ്വീകരിക്കില്ല എന്ന് മാത്രമല്ല, ഒരു ദയാശൂന്യവും കൂടാതെ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ നിങ്ങൾ ഈ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആ കുടുംബം പറയുന്ന വിധം നമ്മുടെ ചില കമൻറ്റുകൾ അവരെ പ്രകോപിപ്പിക്കുന്നു എന്ന് തന്നെയാണ് കാര്യം. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളിലും വിഷം ചുറ്റുന്ന അല്ലെങ്കിൽ മതഭ്രാന്ത് കുത്തിവെക്കുന്ന ചില ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ പൊതുവെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ ഈ വിഷയത്തിൽ ഇടപെടാതിരുന്നാൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ ചില പണ്ഡിത നേതൃത്വത്തിൻ്റെയും ഒക്കെ ഇടപെടൽ മൂലം നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയും എന്ന് ആശ്വസിക്കാം, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാം. ഏതായാലും ഇതുപോലെ ഒരു സംഭവം മുമ്പൊരിക്കൽ യമനിൽ നടന്നിട്ടുണ്ട്, ഏകദേശം 18 വർഷങ്ങൾക്ക് മുമ്പ്. അതായത് അവിടുത്തെ ന്യൂ ഷെഹ്റ എന്ന് പറയുന്ന പട്ടണത്തിൽ തെരുവ് സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പീക്ക് ലെവലിലെത്തിയപ്പോൾ ബിലാൽ എന്ന 26-കാരൻ അബ്ദുള്ള ഹുസൈൻ എന്ന ഒരു ഇറാനിയെ കൊലപ്പെടുത്തുന്നുണ്ട്. ഈ സംഭവം കോടതിയിലെത്തുകയും കോടതി ബിലാലിനെ കുറ്റവാളിയാക്കി വിധിക്കുകയും ചെയ്തു. ശേഷം തൂക്കിക്കൊല്ലുന്നതിന് വേണ്ടി കഴുമരത്തിലേക്ക് ബിലാലിനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ആകുലതയോടെയും ആശങ്കയോടെയും നോക്കി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ നിന്ന് ഒരു സ്ത്രീ ബിലാലിൻ്റെ കഴുമരത്തിന് നേരെ ഓടിയെടുക്കുകയാണ്. നോക്കി നിൽക്കുന്ന ആരാച്ചാർ, നിയമപാലകർ ഒന്നും അവരെ തടയുന്നില്ല. അവർ നേരെ വന്നിട്ട് കഴുമരത്തിൽ കിടക്കുന്ന ബിലാലിൻ്റെ കഴുത്തിൽ നിന്നും ആ കൊലക്കയറ് തൻ്റെ കൈകൾ കൊണ്ട് ഊരിയെടുക്കുകയാണ്. അത് ചെയ്തത് മറ്റാരുമായിരുന്നില്ല, കൊല്ലപ്പെട്ട അബ്ദുള്ള ഹുസൈൻ എന്നവരുടെ ഉമ്മയായ സമീറ അലി നജാദി എന്ന ഇറാനി വനിതയായിരുന്നു. കാരുണ്യത്തിൻ്റെ പ്രവാഹമൊഴുകുന്ന മനോഹരമായ നിമിഷങ്ങൾ. ആ ഉമ്മ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അറിയാം, അതുപോലെ ഇനി മറ്റൊരു സ്ത്രീയും ഒരു മകനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന അനുഭവിക്കരുത് എന്നായിരുന്നു. തൻ്റെ മകൻ്റെ നീറുന്ന ഓർമ്മകൾ ഹൃദയത്തിൽ ബാക്കി നിൽക്കുമ്പോഴും മകനെ കൊന്നുകളഞ്ഞ കുറ്റവാളിയെ മോചിപ്പിക്കാനുള്ള ആർദ്രതയുടെ, അനുകമ്പയുടെ, കരുണയുടെ ഹൃദയം ആ മാതാവിന് പാകപ്പെടുത്തിയതിൻ്റെ പിന്നിൽ ഒരു സ്പിരിച്വാലിറ്റി ഉണ്ട്. ഈ മധുര പ്രതികാരത്തിൻ്റെ പിന്നിൽ ഒരു ആത്മീയതയുണ്ട്. ആ ആത്മീയതയുടെ പേരാണ് വിശുദ്ധമായ ഇസ്ലാം. കൊന്നയാളെ കൊല്ലുവാനുള്ള, കൊല്ലപ്പെട്ടവൻ്റെ കുടുംബത്തിനുള്ള അവകാശത്തെ വകവച്ചു കൊടുക്കുന്നത് വിശുദ്ധമായ ഇസ്ലാമാണ്. ആ ഖിസാസ് നടപടി വിശുദ്ധമായ ഖുർആനിൽ പറയുന്നിടത്ത് തന്നെ അവർക്ക് മാപ്പ് ചെയ്യാനും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാനുമുള്ള ഒരവകാശം കൂടെ കുടുംബങ്ങൾക്ക് നൽകുന്നുണ്ട്. ആ ഉമ്മ തിരഞ്ഞെടുത്തത് വിട്ടുവീഴ്ചയാണ്, മാപ്പ് കൊടുക്കലാണ്. പ്രിയപ്പെട്ടവരെ, ഇത് പ്രവാചകരുടെ ചര്യ കൂടെയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതകാലത്ത് അനുഭവിച്ച ത്യാഗങ്ങൾക്കും നഷ്ടങ്ങൾക്കും കണക്കും കയ്യുമില്ല. തൻ്റെ പ്രബോധന കാലത്ത് വേണ്ടപ്പെട്ട എത്രയോ ഇഷ്ടജനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് സഹോദരനായ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹു, നബിതങ്ങൾക്ക് താങ്ങും തണലുമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞ വഹ്ഷിക്കും അദ്ദേഹത്തിൻ്റെ കരൾ ചവച്ചു തുപ്പിയ ഹിന്ദിനും നബിതങ്ങൾ മാപ്പ് കൊടുക്കുന്നുണ്ട്. മക്കം ഫതഹ് തന്നെ നബിതങ്ങളുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടുവീഴ്ചയുടെ, മാപ്പ് കൊടുക്കലിൻ്റെ നേർസാക്ഷ്യമായിരുന്നു. അത്രമേൽ സമാനതകളില്ലാത്ത
എത്രയോ ഉദാഹരണങ്ങളും ഉദാത്തമായ മാതൃകയും പ്രവാചകരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രവാചക ജീവിതത്തെ കൂടുതൽ സജീവമാക്കാൻ നമ്മളും നമ്മുടെ ജീവിതം കൊണ്ട് തയ്യാറാകേണ്ടതുണ്ട്. ആ ഒരു അനുകമ്പയും ആർദ്രതയും അലിവും കരുണയും നിമിഷാപ്രിയയുടെ കാര്യത്തിൽ പ്രിയപ്പെട്ട തലാലിൻ്റെ കുടുംബങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.